ഏകദേശം 8ാം ക്ലാസ്സിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ചെറിയൊരു വഴിത്തിരിവ് ഉണ്ടാവും. അതായത് 10ാം ക്ലാസ്സിലേക്കുള്ള വഴിത്തിരിവിൻ്റെ ഒരു ചെറിയൊരു തിരിവ് 8ാം ക്ലാസ്സിലുണ്ടാവും. പിന്നെ 9ാം ക്ലാസ്സിൽ അതിൻ്റെ ചെറിയ വഴിത്തിരിവ്, പിന്നെ 10ാം ക്ലാസ്സിലാണ് ഏറ്റവും വലിയ വഴിത്തിരിവ്. അത് കഴിഞ്ഞ് +1 +2ലേക്കുള്ള വഴിത്തിരിവാണല്ലോ. +2 കഴിഞ്ഞ് +2 പിന്നെ ഡിഗ്രിയിലേക്കുള്ളൊരു വഴിത്തിരിവും, ഡിഗ്രി അങ്ങനെ 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 വഴിത്തിരിവുകളുടെ ഒരു 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 ഓട്ടാണ് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിനൊക്കെ ശേഷം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മളൊരു സ്ഥലത്ത് ഒരു 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 സംഭവത്തിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്താണ് സംഭവം. നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, പക്ഷെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ജോലിയിൽ എത്തിപ്പെട്ടിട്ടായിരിക്കും പിന്നീട് പല പ്രൊഫഷണൽ കോഴ്സിൻ്റെ അല്ലെങ്കിൽ പല ജോലികൾ നമ്മൾ ഇതേവരെ കേൾക്കാത്ത പല കാര്യങ്ങളും നമ്മളപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റോറുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിലുള്ള ആൾക്കാരുടെ ഒരു നോളേജ് വെച്ചിട്ടാണ് അവർ നമ്മൾ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു 10-20 ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു അഭിപ്രായങ്ങളൊക്കെ, നീ ഇത് ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10-20 സംഭവങ്ങൾ വന്നേക്കാം. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാർക്ക് ഒരു 10-20-30 പ്രൊഫഷൻസ് അല്ലെങ്കിൽ ജോലികൾ, അഥവാ നമ്മുടെ ലൈഫ് എങ്ങനെ ഒരു പ്രൊഫഷണലി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഡിഫറെൻറ്റ് പ്രൊഫഷൻസിൻ്റെ ഓപ്ഷൻസ് അവർക്കതറിയും. അതിനുശേഷം അവരുടെ നോളേജ് ലിമിറ്റഡാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് എനിക്കറിയാം ഒരു 99% ആൾക്കാർക്കും അതിന് ഉത്തരം അറിയില്ല. അതായത് ഈ ലോകത്ത് എത്രമാത്രം രജിസ്റ്റേർഡ് പ്രൊഫഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? 100, 200, 300 അങ്ങനെ ആൻസേഴ്സ് പലതും ആയിരിക്കും. പക്ഷേ എൻ്റെ റിസർച്ചിന് ശേഷം ഞാൻ കണ്ടെത്തിയത്, അക്കോർഡിംഗ് ടു ഡീപ് സീക്ക്, അതായത് ഡീപ് സീക്ക് ഇപ്പോൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് AI ആണ്. ഡീപ് സീക്കിൽ പറയുന്നത് 10,000+ രജിസ്റ്റേർഡ് പ്രൊഫഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്രൊഫഷണൽസ് അല്ല, പ്രൊഫഷൻസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോലികളുണ്ടെന്ന്. സെയിം ചോദ്യം ഞാൻ ChatGPT ചോദിച്ചു. അപ്പോൾ ChatGPT പറയുന്നത് 12,000 മുതൽ 40,000 വരെ രജിസ്റ്റേർഡ് പ്രൊഫഷൻസ് ഓൾ ഇൻ ആൻഡ് അറൗണ്ട് ദി വേൾഡ് ഉണ്ട് എന്നാണ് ChatGPT പറയുന്നത്. ഇത് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗൂഗിൾ എനിക്ക് ആൻസർ അറിയില്ല, കാരണം ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ യൂണിവേഴ്സലി ആരും അഗ്രി ചെയ്തിട്ടുള്ളൊരു ഡാറ്റ ഇല്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് അസ് ഒരു 0.01% ഓഫ് ഓവറോൾ വേൾഡിലെ എന്തൊക്കെ പ്രൊഫഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ യാതൊരുവിധ ഐഡിയ നമുക്ക് ആർക്കുമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടാവുമായിരിക്കും ചെറിയ അറിവുകളോ കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് വയസ്സ് 28, ഞാനിനി ഒരു 50 കൊല്ലം ജീവിക്കാമെന്ന് വിചാരിക്കാം. അതെ, ഏകദേശം ഒരു 18,262 ദിവസം കൂടി എനിക്ക് ജീവിക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഈ 18,000 ഇത്രയും ദിവസങ്ങൾ ഞാൻ ഡെയിലി ഓരോ വീഡിയോ വെച്ച് ഓരോ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞാലും അത് തീരില്ല. അതായത് ഞാൻ മരിച്ചു പോയാലും പ്രൊഫഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയധികം ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ കുറച്ച് ഓപ്ഷൻസിലേക്കാണ് എപ്പോഴും പോകുന്നത്. ഇത് ആർക്കും അറിയില്ല ബേസിക്കലി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അതായത് ട്രൈ ചെയ്യാണ് ഇവിടെയുള്ള പുതിയ കുട്ടികൾക്കാണെങ്കിൽ ആർക്കാണെങ്കിലും നമുക്കൊരു 7, 8, 9 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10ാം ക്ലാസ്സിന് മുമ്പ് ഇതേപോലൊരു കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് അതിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു ജേർണി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും എന്തൊക്കെ അവൈലബിലിറ്റി, ആ ഒരു സ്കോപ്പ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയാം. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഫഷൻ, അത് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്നത് എവിടെയാണ്, ഏറ്റവും നല്ല കോളേജ് എവിടെയാണ്, അതിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് എവിടെയാണുള്ളത്, അതിനെത്ര സാലറി കിട്ടും, അങ്ങനത്തെ ഒരു ഒരു സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും CA, ഡോക്ടർ, എൻജിനീയർ, അങ്ങനെ ഉള്ള ടിപ്പിക്കൽ ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യുക. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജേർണിയാണ്. അതായത് പല പ്രൊഫഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് അറിയണമെന്നില്ല. ചിലപ്പോൾ എന്നെക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ പറയുന്ന പല ഇൻഫർമേഷൻസും പല ഡീവിയേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കമൻറ്റുകളിലൂടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇനി വരുന്ന തലമുറയെങ്കിലും, ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല, ബട്ട് ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
നമുക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി അല്ലെങ്കിൽ ഒരു സീരീസ് ആക്കി ഇതിനെ മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരും ഹെൽപ്പും വേണം. സോ വെൽക്കം ടു പണി വരുന്ന വഴി ബൈ സുഹൈൽ ഇസാഖ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. സ്റ്റേ ട്യൂൺഡ്.